ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണർ റിലീസായി ഓഗസ്റ്റ് 20-ന് തിരളുന്ന മലയാള സിനിമയാണ് ഖലീഫ. ഓഗസ്റ്റ് 21-ന് തിരളുന്ന മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ഈ രണ്ട് സിനിമകളുടെയും അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഖലീഫയുടെ ബുക്കിംഗ് ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരന്റെ നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ജിനു അബ്രഹാമാണ്. മോഹൻലാൽ കാമിയോ റോളിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ രജിഷ വിജയൻ, ഇന്ദ്രൻസ്, കൃതി ഷെട്ടി, മാളവിക ശർമ്മ, സഞ്ജു ശിവറാം, ഷമ്മി തിലകൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ബുക്കിംഗ് തുടങ്ങി ആദ്യ 7 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ കേരളത്തിൽ 1 കോടി രൂപയായിരുന്നു പ്രീസെയിലായി ഖലീഫ നേടിയെടുത്തത്. അതേസമയം ഇന്നലെ രാത്രിയോടെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ 1,40,00,000 മുകളിൽ എത്തിച്ചേർന്നിരുന്നു. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 1,80,00,000 മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ബദ്ലഹേം കുടുംബ യൂണിറ്റ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്നത് ഗിരീഷ് ഏടിയാണ്. ചിത്രത്തിൽ നിവിൻ പോളിക്കൊപ്പം മമിത ബൈജു, സംഗീത് പ്രതാപ്, അഭിരാൻ രാധാകൃഷ്ണൻ, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, റോഷൻ ഷാനവാസ്, ശൃന്ദ, മീനാക്ഷി രവീന്ദ്രൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും ചിത്രത്തിലുണ്ട്. സിനിമാറ്റോഗ്രാഫി അജ്മൽ സാബുവും എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസുമാണ്. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഭാവന സ്റ്റുഡിയോസിന്റെ പാനലിൽ ഫഹദ് ബാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേർ ചേർന്നാണ്. സിനിമയുടെ സെൻസറിംഗ് ഇന്നലെയാണ് പൂർത്തിയായത്. UA 13+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂർ 36 മിനിറ്റ് 59 സെക്കൻഡാണ് ദൈർഘ്യം. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ സിനിമ. നിലവിൽ 1800-2000 ടിക്കറ്റുകൾ വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരള പ്രീസെയിൽ 25 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. യാഷ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 26-ന് തിരടുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ടോക്സിക്. 6 ഭാഷകളായി തിരടുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 2 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയായ തുടക്കം എന്ന സിനിമ 12-ാം ദിവസം കൂടിയായ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് പിന്നിടുന്നത്. സിനിമ 11-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 21,90,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയോടെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 40 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നതുമാണ്. ലോകേഷ് കനകരാജ് നായകനായി അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7-ന് തിരളത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് DC. ഈ സിനിമ 11-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമയുടെ കേരള കളക്ഷൻ 17,07,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 19,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 68 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 88,50,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. സൂര്യനായകനായി വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14-ന് തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 5,57,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമ 4 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 76,27,00,000 രൂപയും ഓവർസീസ് കളക്ഷനായി 45 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 121,27,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിട്ടുള്ളത്. ദളപതി വിജയ് നായകനായി H വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23-ന് തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ഈ സിനിമ ഹിന്ദി ബെൽറ്റ് ഒഴിച്ച് തമിഴ്നാട് ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ തെലുങ്ക് നാടുകൾ ഉൾപ്പെടെ GCC ഓവർസീസ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരാജയമായിരുന്നു. നിലവിൽ ഫൈനൽ റണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞ ഈ സിനിമ കേരളത്തിൽ 16,71,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 25 ദിവസം കൊണ്ട് 159,50,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. കർണാടകയിൽ 32 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 248,45,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി 342 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കേരളത്തിൽ നിലവിൽ ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ച തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. മെല്ലാപക ഗാന്ധി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വരുൺ തേജ, ഋതിക നായക് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തെലങ്കാനയിൽ 13,12,00,000 രൂപയും ആന്ധ്രയിൽ 12,38,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 2,79,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 28,70,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. വിദേശത്ത് നിന്ന് 5,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 34,30,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഈ വർഷം അതായത് 2026-ൽ വിജയം നേടിയെടുക്കുന്ന 10ാമത്തെ തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.